ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയായിരുന്നു നമ്മുടെ നീറ്റ് എക്സാം കഴിഞ്ഞത്. നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം എനിക്കറിയാം മെജോറിറ്റി ഓഫ് കുട്ടികളിൽ പല ടൈപ്പ് ഓഫ് ഇമോഷൻസ് ആയിരിക്കും ഇതാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു മാർക്കിന് എനിക്ക് ഇനി എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുമോ, ഞാനിനി റിപ്പീറ്റ് ചെയ്യണോ, റിപ്പീറ്റ് ചെയ്യണോ, സൂപ്പർ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ഞാൻ എങ്ങനെ എൻ്റെ പാരൻസിനെ ഫേസ് ചെയ്യും, ഞാനിനി MBBS എന്നൊരു ഡ്രീമുമായിട്ട് നടക്കണോ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇമോഷൻസ്, പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മനസ്സിൽ കൂടെ പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്താ പറയുക, ഞാൻ എന്താ പറയുക എനിക്ക് പഠിക്കാൻ കഴിവില്ലാത്തിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് ഇമോഷൻസ് ആയിരിക്കും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ കുട്ടികൾ മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു എനിക്ക് ഇത്ര മാർക്കാണ്, അപ്പോൾ എനിക്കിവിടെ ഗവൺമെന്റ് കിട്ടുമോ അതോ സെൽഫ് ഫിനാൻസ് ആയി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബിക്കോസ് ഞാനും ഒരു റിപ്പീറ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റിപ്പീറ്റ് ചെയ്ത സമയത്തുള്ള പ്രഷറും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രഷറും കാര്യങ്ങളും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇതിന് നിങ്ങളുടെ ഈ ഒരു മാർക്ക് വെച്ചിട്ട് എന്താ പറയുക നിങ്ങളെ ജഡ്ജ് ചെയ്ത് അയ്യോ ഈ മാർക്കല്ലേ ഇപ്പം ഇനി നിങ്ങൾ നോക്കണ്ട എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് വരാനുള്ള സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എക്സാം ടെൻഷൻ കൊണ്ടായിരിക്കും, പല കാരണങ്ങളും ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച പോലെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത അത് വെച്ചിട്ട് നിങ്ങൾ ഇനി ചെയ്യണ്ട എന്നൊന്നും എനിക്കത് വെച്ച് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതിനല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ ഒരു നീറ്റ് സ്റ്റോറി, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആ ഒരു നീറ്റിലേക്ക് എത്തപ്പെട്ട വഴി, അല്ലെങ്കിൽ ആ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എൻ്റെ ഉള്ള കുറേ അവസ്ഥകൾ, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളോട് പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങളൊരു ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലാണ്ട് നിങ്ങൾ മാർക്ക് വെച്ചിട്ട് ഞാൻ എന്തായാലും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അപ്പം എൻ്റെ ഒരു നീറ്റ് ജേർണി എന്ന് പറയുന്നത് അത്ര വളരെ ഈസി ആയിരുന്നില്ല. ബിക്കോസ് ഞാനെന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അതും ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടാണ് വന്നത്. അതുമാത്രമല്ല എൻ്റെ ഒരു ഫാമിലി ഒരു ചുറ്റുപാടും കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ചുറ്റുപാടും കാര്യങ്ങളല്ലായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ഫാമിലി തന്നെ ഡോക്ടേഴ്സ് വേറെ ആരുമില്ല. എനിക്കൊരു കാര്യം ചോദിക്കാനോ കാര്യങ്ങളോ ഒന്നും. ഈവൻ ഞാൻ +2 വെച്ചിട്ടാണ് നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം എഴുതിയാൽ മാത്രമേ MBBS കിട്ടത്തുള്ളൂ എന്ന് വരെ അറിയുന്നത്. അങ്ങനെ ഒരു അത്രയും ഒരു അല്ലാണ്ട് കുറേ അവസ്ഥകളിൽ നിന്നാണ് ഞാൻ ഇന്ന് ആഗ്രഹിച്ച ഒരു MBBS എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്ത ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ ഈ വീഡിയോ കാണുന്ന കുറേ കുട്ടികൾക്കെങ്കിലും പറ്റാം. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡോക്ടർ ആവണം. എന്റെ ലൈഫിൽ ഞാൻ ഏതൊരു പ്രൊഫഷൻ എടുത്താലും MBBS എടുക്കത്തില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ആ ഒരു പ്രൊഫഷനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. ഈവൻ എൻ്റെ പപ്പയ്ക്ക്, ഞാൻ ഒരു കുഞ്ഞിലായിരുന്ന സമയത്ത് ഒരു 6ലോ 7ലോ കണ്ട് പഠിക്കുന്ന സമയത്ത് എൻ്റെ പപ്പ ഇങ്ങനെ പറയും, കുഞ്ഞെ നീ ഇത് എടുക്കുന്നോ, MBBS എടുക്കുന്നോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും എനിക്ക് വേണ്ട, എന്താണെന്ന് ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. എനിക്ക് താല്പര്യമേ ഇല്ലാത്തൊരു ഫീൽഡായിരുന്നു. പക്ഷെ എൻ്റെ ഫാമിലിയിൽ, അതായത് എൻ്റെ പപ്പ അമ്മ അവരൊക്കെ ഭയങ്കര ഡോക്ടേഴ്സിന് ഭയങ്കര റെസ്പെക്റ്റോടെ കാണുന്നുണ്ടായിരുന്നു. അപ്പം അപ്പോഴും നമുക്കത് വലിയ കാര്യമായിട്ടാ ഓക്കെ എന്നൊരു ഇതായിരുന്നു. പക്ഷെ അല്ലാണ്ട് അപ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അതായത് എന്താവണമെന്ന് ചോദിച്ചാൽ ഡോക്ടർ ആവണമെന്ന് പറയുന്ന കുട്ടികളുണ്ടായിരുന്നു. ആ സമയത്തും നമുക്കതൊന്നും വലിയ ഒരു ബിഗ് ഡീലായിട്ട് തോന്നിയില്ല. എന്റെ സമയത്തോടെ എനിക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പഠിക്കണം, 10 പഠിക്കണം, 12 പഠിക്കണം, ഏതെങ്കിലും ഡിഗ്രി എടുക്കണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ അതിനുശേഷം എന്താ പറയുക, പിന്നെ ഞാൻ ഒരു സ്കൂൾ ടൈമിൽ ഭയങ്കര ടോപ്പറോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. അതായത് വെറുതെ ചുമ്മാ, അതായത് എക്സാമിന് വേണ്ടി ജസ്റ്റ് പാസ് ആവുക, അത്രയൊക്കെ ഉള്ളൂ. ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ആയിരിക്കും ഞാൻ പല വിഷയങ്ങളിലും പാസ് ആയിക്കൊണ്ടിരുന്നത്. പിന്നെ 10th സമയത്ത് എന്താ പറയുക, നമ്മുടെ 10th എനിക്ക് സയൻസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് നമ്മളെ ടിപ്പിക്കൽ സയൻസ് എടുത്താലേ എല്ലാം ആവത്തുള്ളൂ എന്നുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പേടിപ്പിക്കുന്നു, സയൻസിൽ എടുത്ത് നല്ല മാർക്ക് വേണം എന്നാലും സയൻസ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അന്ന് 10ൽ പഠിച്ചിട്ട് അങ്ങനെ അന്ന് കുറച്ച് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും അതും എനിക്കൊരു ഇത്രയും വലിയൊരു കോഴ്സ് പഠിക്കണം, ഭയങ്കര ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അങ്ങനെ ഒന്നും അല്ലായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ അത് പഠിക്കണം, അതുകൊണ്ട് അങ്ങനെ മാത്രമായിരുന്നു. അങ്ങനെ അതിന് ശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ +1 വന്നു. +1 ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. കോഴ്സ് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ ചേർന്ന സമയത്ത് നമ്മുടെ കോളേജിൽ അല്ല, സ്കൂളിൽ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് മലയാളം മീഡിയത്തിൽ വന്ന് കുറച്ച് കുട്ടികളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് പേര് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ. അപ്പം ഈ മലയാളം മീഡിയത്തിൽ വന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് ടെൻസ് ഒക്കെ ക്യാച്ച് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഈസിയാണ്, നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നിന്നു. അപ്പൊ ആ കൂട്ടത്തിൽ അന്ന് ക്ലാസ്സിൽ ഞാനായിരുന്നു ഫസ്റ്റ് എനിക്ക് കിട്ടിയത്. അപ്പം അന്ന് എൻ്റെ അടുത്ത് ടീച്ചർ വന്നിട്ട് ഇങ്ങനെ പറയാം, നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഇനി പഠിക്കാൻ കഴിവുണ്ടല്ലേ എന്ന് എനിക്ക് അപ്പോഴാണ് ഒരു തോട്ട് തന്നെ വരുന്നത്. അപ്പം കാരണം 10 വരുന്ന വെച്ചാൽ അവിടെ നല്ല 95 ഒക്കെ മാർക്കുള്ള ഒത്തിരി പേരുള്ളപ്പോൾ ഈ 80-70 ഒക്കെ കിട്ടുന്ന നമ്മളെ വലിയ ശ്രദ്ധ ഒന്നും കണ്ടില്ല. പക്ഷെ സ്കൂളിൽ ചെന്നപ്പോൾ, അതായത് +1 ഒക്കെ ചെന്നപ്പോൾ വലിയ കാര്യമായിട്ട് നോക്കി. എന്നുവെച്ചാൽ അപ്പോൾ കുറച്ച് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് എനിക്ക് പഠിക്കാൻ ഒരു കഴിവുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഇൻട്രസ്റ്റോടെ പഠിക്കാൻ എന്നുള്ള ഇൻട്രസ്റ്റോടെ ഞാൻ പഠിക്കുന്നത്. അപ്പം അതിൽ ഞാൻ ബയോളജി കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ ഓർത്ത് ഓക്കെ ബയോളജി എടുക്കാം, ബയോളജി റിലേറ്റഡ് ആയിട്ട് മെഡിക്കൽ ഫീൽഡ് നോക്കാം. അത് ഈസിയാണ്. അപ്പോഴും എനിക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമേ ഇല്ല. എനിക്ക് അങ്ങനത്തെ ടോപ്പ് ലെവലിലോട്ട് ചിന്തിക്കാനേ താല്പര്യമില്ലായിരുന്നു.
അതിനുശേഷം എൻ്റെ ലൈഫിൽ കുറച്ച് സിറ്റുവേഷൻസ് വന്നു. അത് അത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതെനിക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ല. അപ്പൊ അതിൽ ഒരു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ എന്നിട്ട് നമ്മുടെ ഇടയിൽ മാറി നിന്നിട്ടുള്ള പല രീതിയിലുള്ള വേർതിരിവുകളുണ്ട്. അതായത് ഇപ്പൊ ക്യാഷിന്റെ രീതിയിൽ ഇപ്പൊ എന്റെ പപ്പയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരനായിട്ട് ഒരാളൊരു സാധാരണ ഒരു കൃഷിക്കാരൻ അങ്ങനെയൊക്കെ വരികയാണ്. അപ്പൊ പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ആക്കുന്നില്ല. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ അതൊന്നും മൈൻഡ് ആക്കത്തില്ല. പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ, ചിലരുടെയൊക്കെ മനസ്സിൽ അത് വെച്ചിട്ടൊരു വേർതിരിവുള്ള പോലെ, അതായത് ക്യാഷിന്റെ രീതിയിൽ, സ്റ്റാറ്റസിന്റെ നിലയിൽ, അതുപോലെ തന്നെ ഭയങ്കര രീതിയിൽ ബോഡി ഷേമിന്റെ കാര്യത്തിൽ. അപ്പം എന്താ പറയുക, അങ്ങനെ ഇതിൽ പല രീതിയിലും ഉള്ളൊരു ഇതുണ്ടെന്ന് മനസ്സിലായി. അപ്പം അതിന്റെ രീതിയിൽ അറിഞ്ഞപ്പോൾ ഇതിൽ പല രീതിയിലുള്ള വിഷമവും കാര്യങ്ങളും വന്നിട്ട് ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡൗൺ ആയി. അപ്പം അപ്പം കേൾക്കുമ്പോൾ ഇത്രേ ഉള്ളൂ, ഇതാണോ കിട്ടും. പക്ഷെ അതങ്ങനെ അല്ല, കുറേ കാര്യങ്ങളുണ്ട്. പറഞ്ഞല്ലോ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ ഒത്തിരി അത്രയും ഡീറ്റെയിൽ ആവുന്നില്ല. അന്ന് ഞാൻ അന്നൊരു ദിവസം, അന്ന് അതിന്റെ കൂടുതൽ എനിക്കൊരു സ്കിൻ ഇൻഫെക്ഷൻ എന്തോ കാര്യം വന്നിട്ട് ഞാൻ അന്നൊരു ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയി. അപ്പൊ ആ ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെന്നപ്പോഴും ഡോക്ടർ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു, അവർക്ക് ഇങ്ങനെ മറ്റുള്ളവർ ഇങ്ങനെ ലുക്ക് വെച്ച് കളിയാക്കുന്നതിനെ കുറിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അതിലൊന്നും അല്ല കാര്യം, നമ്മുടെ കഴിവ് വെച്ചിട്ട് നമ്മളൊരു ലെവൽ എത്തത്തില്ലേ, അതിലാണ് കാര്യം. അതായത് നമ്മുടെ പല ആൾക്കാരെ ഇപ്പോൾ കുറേ ഒരു ഉദാഹരണം വെച്ചാൽ അവരൊക്കെ എത്തിയിരിക്കുന്നത് അവരുടെ ലുക്ക് നോക്കിയിട്ടല്ല, അവരുടെ ടാലന്റ് നോക്കിയിട്ടാണെന്നൊക്കെ പറഞ്ഞു ഒരു ഇത് വെച്ചു. അതിനുശേഷം എനിക്കൊരു വാശി വന്നു. ഓക്കെ, അമ്മ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ഡോക്ടറെ പറ്റി പറഞ്ഞു, ഒക്കെ ഒരു അടിപൊളി ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു പോയിന്റിൽ എനിക്ക് ഭയങ്കര അത്രയും ഒരു ആ സാറ് പറയുന്ന ഒരു കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഹീൽ ചെയ്യാൻ വേണ്ടി സഹായിച്ചു. അത് കഴിഞ്ഞ പിന്നെ എനിക്കൊരു വാശി തോന്നി. ഓക്കെ, എനിക്ക് പഠിക്കണം. എൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം പഠിക്കാൻ വേണ്ടി ഇപ്പോൾ പറ്റുന്നുണ്ട്. അതിൽ എനിക്ക് ബയോളജി സ്ട്രോങ് ആണ്, കെമിസ്ട്രി അത്യാവശ്യം സ്ട്രോങ് ആണ്. അപ്പൊ അതിൽ വെച്ചിട്ട് എനിക്ക് മെഡിക്കൽ ഫീൽഡിനോടാണ് പേഴ്സണലി താല്പര്യം. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പ് ലെവലായിട്ടുള്ള MBBS തന്നെ എടുക്കാം. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ മെഡിക്കൽ എന്ന് പറഞ്ഞൊരു കോഴ്സിനോട് സെലക്ട് ചെയ്യാൻ വേണ്ടി കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് ആ ഒരു റെസ്പെക്ട്, അതെ നമുക്കും, അതായത് നമ്മളൊന്നും ഇല്ല എന്ന് നമ്മളെ അടിച്ച് താഴ്ത്തി ഇടാൻ വേണ്ടി നോക്കുവാണെങ്കിൽ നമുക്ക് അവരുടെ മുന്നിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാം. അതെ, എനിക്കും പറ്റും. ഈ പറയുന്ന സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ആയാലും നമുക്കൊരു നമ്മുടെ ഒരു പോയിന്റിൽ നമുക്ക് അവിടെ എത്താം എന്ന്, നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് എത്താം എന്ന് കാണിച്ചു കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ആ ഒരു പ്രൊഫഷൻ വേണ്ടി സെലക്ട് ചെയ്തു. അതിനുശേഷം പിന്നീടാണ് ഞാൻ ഈ ഡോക്ടേഴ്സിനെ ഭയങ്കര ഒബ്സർവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അന്ന് ഓർക്കുന്നുണ്ട്, ഏതോ ഒരു ചേച്ചിയാണ് പഠിച്ചിറങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റെപ്പൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഭയങ്കര ഒരു ഞാൻ ഇങ്ങനെ ചേച്ചിനെ നമ്മളിങ്ങനെ വായി നോക്കുന്ന പോലെ ഇങ്ങനെ ആസ്വദിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ തൊട്ട് എനിക്ക് പിന്നെ ആഗ്രഹം ഉണ്ടായി ഭാഷയെ പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി തന്നെ ഇരുന്നു. അപ്പോഴെനിക്ക് നീറ്റിനെ പറ്റി ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ പഠിച്ച് ഒരിതിലെത്തി. പഠിച്ചിട്ട് അപ്പോൾ ക്ലാസ്സിൽ അത്യാവശ്യം ടോപ്പ് മാർക്കൊക്കെ ഉണ്ട്. അതിനുശേഷം എനിക്ക് എങ്ങനെയാണ്, കാരണം എൻ്റെ ഇതിലൊന്നും എനിക്ക് ഡോക്ടേഴ്സ് കാര്യങ്ങളും എൻ്റെ ഇതിലില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോട് എന്ത് ചോദിക്കണമെന്നും അറിയില്ല. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് +2 കഴിയുക, നമ്മൾ സാധാരണ ഡിഗ്രിക്ക് നമ്മുടെ +2 മാർക്ക് വെച്ച് പോയി ചേരുക, സിമ്പിൾ, ഇതായിരുന്നു പരിപാടി നോക്കുന്നത്. +2ന്റെ ഇടയ്ക്ക് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഞാൻ ആ ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചു, ചേട്ടനോട് അത്യാവശ്യം പരിചയമുള്ള ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് MBBS എടുക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം, എന്തോ ക്യാഷായിട്ട് എപ്പോഴും എന്തോ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, MBBS അങ്ങനെ എളുപ്പത്തിൽ കിട്ടത്തില്ല, അതിന് നീറ്റ് എന്നൊരു എക്സാം ഉണ്ട്. അപ്പോഴാണ് ഞാൻ ഈ എക്സാമിന്റെ കാര്യം അറിയുന്നത്. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നീറ്റ് എന്നൊരു എക്സാം ഉണ്ട്. ആ എക്സാം കിട്ടണമെങ്കിൽ നമ്മളൊരു നല്ലൊരു കോച്ചിങ് കാര്യങ്ങളൊക്കെ വേണം. ഇപ്പൊ ഞാനൊക്കെ സംബന്ധിച്ചോളം +1 +2 ഞാനൊരു ഗവൺമെന്റ് സ്കൂളും കൂടെയാണ്. അവർ നമ്മൾ എക്സാം പോയിന്റ്സ് മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നീറ്റിന് പഠിക്കുന്ന പോലെ NCERT ഫുൾ അങ്ങനെ ഒന്നും തരത്തില്ല. ജസ്റ്റ് എക്സാം പോയിന്റ് മാത്രം അങ്ങനെയാണ് കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു നോളജേ ഉള്ളൂ. അപ്പം അപ്പോഴാണ് ഞാൻ എന്താ പറയാ, ഞാൻ അങ്ങനെ ബ്രില്യന്റിൽ അവസാനം എത്തിപ്പെടുന്നത്. ബ്രില്യന്റ് ചെല്ലുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ, ടു ബി ഓണസ്റ്റ്, ഞാൻ എൻ്റെ +1 +2 ആദ്യം പോലെ പഠിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അതാണ് എൻ്റെ റിപ്പീറ്റ്. അതായത് സത്യം പറഞ്ഞാൽ പറഞ്ഞില്ലേ, ഒരു ബേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ബ്രില്യന്റിലോട്ട് ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ബ്രില്യന്റിൽ പഠിച്ച കുട്ടികളുണ്ട്, പലരും, പിന്നെ CBSE കുട്ടികളുണ്ട്, അങ്ങനെ കുറേ പേര്. ഇപ്പം എൻ്റെ ഇടയിൽ എനിക്കൊന്നും അറിയാത്ത ഞാനോർത്തു ആ ഗവൺമെന്റ് സ്കൂളിൽ ഞാൻ കിങ്, ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ഒന്നുമില്ല, ഞാൻ എന്താന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. അവസാനം പിന്നെ അവിടെ നിന്നിട്ട് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന പോലെയായിരുന്നു കുറേ കാര്യങ്ങൾ. പിന്നെ അവിടെ എൻ്റെ ഒരു സന്തോഷം തന്നെ, എനിക്ക് നല്ല കുറച്ച് ഫ്രണ്ട്സിന് അവിടെ ഉണ്ടായിരുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് നല്ല കുട്ടികളായിരുന്നു. അതുകൊണ്ട് അതിന് ഒത്തിരി സന്തോഷം കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ അതായിരുന്നു ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ കുറേ വിഷമവും കാര്യങ്ങളും കരച്ചിലും ഒക്കെ ആയിട്ട്. കാരണം ഞാൻ അത്രയും വാശിയായിട്ട് പഠിക്കണം എന്നുള്ള രീതിയിൽ, എനിക്ക് വേണം എന്ന രീതിയിൽ വാശിയായിട്ട് വന്നിട്ട് അവസാനം ഞാൻ ഒന്നും ഇല്ലാണ്ടായിപ്പോകുന്ന അവസ്ഥ. ദൈവമേ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ കുറേ നാൾ റിപ്പീറ്റ് ചെയ്ത്, സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു, കിട്ടുമോന്ന് എഴുതി പാസ്സാവുന്നൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ എന്നിട്ട് കൊറോണയൊക്കെ ആയ സമയത്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസ്റ്റ്പോൺ ചെയ്യും പിന്നെ നടത്തും എന്ന് പറയും. പോസ്റ്റ്പോൺ ചെയ്യും നടത്തും എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി കുറച്ച് ബാക്കിലോട്ട് പോയി. നീട്ടി വെക്കും ഓർത്ത് ഇനി വേണ്ട പഠിക്കേണ്ടെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതിനുശേഷം അവസാനം ഒരു ഡേറ്റ് വെച്ച് എക്സാം പോയി എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പാടായിരുന്നു. നല്ല പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിചാരിച്ച പോലെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. ഞാൻ എന്നിട്ട് തന്നെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് കരഞ്ഞൊരു കരച്ചിലുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എൻ്റെ അമ്മയോട് പറയാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ അവരോട് പറയും, ഒരു വർഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പറയുമോ, ഇല്ല എനിക്ക് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ, അത് മാത്രമല്ല എൻ്റെ സ്വപ്നം എനിക്കൊരു ഡോക്ടർ ആവണം, കളിയാക്കിയവരുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടർ ആവില്ല. ഞാൻ എന്ത് ചെയ്യും ഓർത്ത് ഞാൻ വല്ലാണ്ട് ഒരു അവസ്ഥയായിട്ട് ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് കുറേ തവണ ഇന്ന് കരഞ്ഞു. കരഞ്ഞ്
ആ ഒരു കരച്ചിൽ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയിട്ട് രാവിലെ പിന്നെയും ഇതേ റിപ്പീറ്റ് ചെയ്തിട്ട് എൻ്റെ അമ്മയോട് ഞാൻ ഇങ്ങനെ പറയുക, ഇല്ല അമ്മ, എനിക്ക് നീറ്റ് കിട്ടത്തില്ല, എനിക്ക് ഇനി പാസ്സാവില്ല, എനിക്ക് ഇതാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ കരഞ്ഞു. ഞാനും എൻ്റെ അമ്മയൊക്കെ കരയുന്ന ഒരു സിറ്റുവേഷൻ, അത് അത് അത്രയും ഇതായിരുന്നു. പിന്നെ അവസാനം മാർക്ക് വന്നപ്പോൾ 400 സംതിങ് ആയിരുന്നു. മേ ബി ഫിനാൻഷ്യൽ സെൽഫ് ഫിനാൻഷ്യലി കിട്ടുമായിരുന്നു, പക്ഷെ ഫിനാൻഷ്യലി ഓക്കെ അല്ലാത്തതുകൊണ്ട് ഓക്കെ വേണ്ട, പിന്നെ പല കാര്യങ്ങളും കൊണ്ടും വേണ്ട, അങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചു. അതിന് ഞാൻ റിപ്പീറ്റിലോട്ട് കയറി. റിപ്പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ലൈഫിൽ നിന്നവർക്ക് മാത്രം അറിയാം. കാരണം കൂടെ പഠിച്ചിട്ടുള്ള കുട്ടികൾ, ഞാൻ സെക്കൻഡ് ഇയർ ആയി ഫസ്റ്റ് ഇയർ ആയി എന്ന് പറഞ്ഞ്, അല്ല ഞാൻ ഇന്ന ഡിഗ്രി പഠിക്കുമെന്ന് പറയുമ്പോൾ നമ്മള് ഒന്നുമില്ല, നമ്മുടെ ബേസിക് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ +2 മാത്രമേ ഉള്ളൂ. നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം, ഉറപ്പ് തരുന്ന ഒരു സാധനമല്ല. അതിന് വേണ്ടി ഒരു വർഷം ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്യണം. അതെന്ന് പറയുന്ന ഒരാൾ ഒരു റിപ്പീറ്റിലേക്കോ അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് ആ ഒരു സ്റ്റേജിന്റെ വിഷമം അറിയാം. അത്രയും രീതിയിൽ ഞാനിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ എന്തായാലും അപ്പൊ ഞാൻ കോച്ചിങ്ങിന് പോയില്ല. കാരണം കോച്ചിങ്ങിന് പോകാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പ്രഷറൈസ് ചെയ്തിട്ട് ഇന്ന സമയത്ത് ഇന്ന ടോപ്പിക്ക് പഠിക്കും, ഇവർ പറയുന്ന ടോപ്പിക് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ ഈ എക്സാം ഉണ്ട്, എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു സ്ലോ ലെയാണ്, അപ്പൊ എനിക്ക് കുറെ പതിയെ തന്നെ പഠിക്കണം. അതുകൊണ്ട് തന്നെ എന്നെ തന്നെ സ്ട്രെസ് ആയിട്ട് എനിക്ക് പഠിക്കാൻ വേണ്ടി താല്പര്യമില്ലാത്തത് ഞാൻ കോച്ചിങ് നടത്തി. പിന്നെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു പഠിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഉള്ള ഒരു സ്ഥലമല്ല. കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ സമയം മാത്രമേ എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ അത് വെച്ചിട്ട് തന്നെ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, പിന്നെ എനിക്ക് ഫിസിക്സ് ഞാൻ അത്ര സ്ട്രോങ്ങും അല്ല. ഫിസിക്സിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ, ഞാൻ കെമിസ്ട്രി ബയോളജി എനിക്ക് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടോപ്പിക്ക് പിന്നെയും റിവൈസ് ചെയ്യും. ഒരു തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കും, അതിനുശേഷം പിന്നെ അടുത്ത് വീണ്ടും റിവൈസ്, അങ്ങനെ റിവൈസ് ചെയ്തിട്ടായിരുന്നു ഞാൻ എൻ്റെ റിപ്പീറ്റ് സമയത്ത് ചെയ്തത്. ആ സമയത്ത് കുറേ രീതിയിലുള്ള മോശമായിട്ടുള്ള കുറേ മനസ്സിനെ തളർത്തുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പുറത്ത് സോറി, ഇപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങത്തില്ല, വീട്ടിന്റെ അകത്ത് റൂമിന്റെ അകത്ത് തന്നെ ഇരിക്കും. ഇരുന്നതിന് ശേഷം എനിക്ക് പുറത്തിറങ്ങാൻ പേടി. എന്റെ കൂടെ പഠിച്ച പിള്ളേരെ കാണുമ്പോഴേക്കും അവർ വന്നിട്ട് ഷിപ്പെന്ന് എന്ത് ചെയ്യുന്ന ഞാൻ നീറ്റ് എന്ന് പറയുമ്പോൾ അവർ വന്നിട്ട് പറയുമ്പോൾ ഞാൻ അതെന്ന് പറഞ്ഞാൽ അതിലിപ്പോ എന്താണെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. പക്ഷെ ആ സമയത്ത് നമ്മൾ പറയുന്ന ബുദ്ധിമുട്ട് നമുക്കേ അറിയത്തുള്ളൂ. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു. അപ്പൊ ഞാൻ പേടിച്ച് തന്നെ ഇരുന്നിട്ടുണ്ട്. ഞാൻ ഒരു കല്യാണത്തിന് പോകത്തില്ല, ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ പറ്റില്ല, എനിക്ക് പേടിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. പോയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ വർഷം കളയുന്നത്, ഞങ്ങളാണെങ്കിൽ ഇതൊന്നും ചെയ്യത്തൊന്നുമില്ല, ഞങ്ങളാണെങ്കിൽ വിടത്തില്ല, ഇങ്ങനെ വിടത്തില്ല, വെറുതെ വർഷം കളയണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറെ രീതിയിൽ കേൾക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ചില സമയത്ത് അറിയാണ്ടായാലും നമ്മുടെ വീട്ടുകാർ തന്നെ നമ്മളെ ചിലപ്പോൾ കുത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വേദന, ചിലപ്പോൾ അവർ സങ്കടം കൊണ്ട് പറയുന്നതായിരിക്കും, പക്ഷെ അതും നമ്മളെ വല്ലാണ്ട് അവസ്ഥയിലാക്കിയിട്ട് എത്ര വർഷം ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, എവിടെയെങ്കിലും ഒരു കോളേജിൽ എവിടെയെങ്കിലും കയറണ്ടേ എന്ന് പറഞ്ഞ് അതുകൂടെ പറയുമ്പോൾ നമുക്കത് വല്ലാത്തൊരു ഫീലിംഗ്, നമ്മൾ അവിടെ ആയിരിക്കും വീണ്ടും തളർന്നു പോകുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിൻ ചെയ്യും, അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഒരു അടുത്ത വർഷം ഞാനൊരു മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അത്രയും വാശിക്ക് തന്നെ പഠിച്ചു. പിന്നെ ഈ ഒരു പീരീഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫഷനോട് കിട്ടുന്ന റെസ്പെക്റ്റിന് വേണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ MBBS ചൂസ് ചെയ്തത്. പക്ഷേ എൻ്റെ റിപ്പീറ്റ് സമയത്തായിരുന്നു ഞാൻ കുറേ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, കുറേ ഡോക്ടേഴ്സിന്റെ വീഡിയോസ് കാണും. അപ്പോഴാണ് എനിക്ക് ആ ഒരു പ്രൊഫഷന്റെ ഒരു എന്താ പറയുക റെസ്പെക്ട്, സാലറി, അതിനേക്കാൾ ഉപരി ആ ഒരു പ്രൊഫഷൻ വേറൊരു മഹത്വമുണ്ട് നമ്മുടെ അടുത്ത് വരുന്നത്. കാരണം ഞാനായാലും ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചില ഡോക്ടേഴ്സ് നമ്മളോട് രണ്ട് നല്ല വർത്താനം പറയും, അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം ധൈര്യം അത് വേറെയാണ്. ഇതുപോലെ നമുക്ക് വേറൊരാൾക്ക് ആ ഒരു ലവ് അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ്, അങ്ങനെ പല ഇമോഷൻസ് നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാം. അവരുടെ ആ ഒരു സങ്കടത്തെ വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്കത് എന്താ പറയാ ആ ഒരു സങ്കടങ്ങളും കാര്യങ്ങളും മാറ്റി അവരുടെ ലൈഫിൽ ഒരു പീസ് കൊടുക്കാൻ നമുക്ക് വേണ്ടി പറ്റും. അതായത് ഇന്നും എന്റെ ചെവിയിൽ പറഞ്ഞ പല പല ഡോക്ടേഴ്സിന്റെ കുറെ നല്ല വാക്കുകളുണ്ട്. അത് എന്റെ ചെവിയിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു മോട്ടിവേഷനാണ്. അങ്ങനെ ആയിരുന്നപ്പോഴാണ് എനിക്ക് ആ ഒരു പ്രൊഫഷനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതായത് മോർ ദാൻ എനിക്ക് കിട്ടുന്ന റെസ്പെക്റ്റിനെക്കാരും എല്ലാമായിട്ട് ഞാനിപ്പോൾ ആ ഒരു പ്രൊഫഷനെ അതിൻ്റെ ഒരു വേറൊരു മഹത്വമുണ്ട്. അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ ഫീൽ ചെയ്യുമ്പോഴേ മനസ്സിലാക്കുള്ളൂ. അതെല്ലാം ഞാനൊരു പോസിറ്റീവായിട്ട് അതെല്ലാം ഡ്രീം ചെയ്ത് അവസാനം എനിക്കൊരു എന്താ പറയുക എനിക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അതും എനിക്ക് റിപ്പീറ്റ് ചെയ്തപ്പോൾ 500 ആയിരുന്നു മാർക്ക് കിട്ടായിരുന്നത്. അപ്പം അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് സെൽഫ് ഫിനാൻസ് തന്നെയായിരുന്നു. കാരണം അതിൽ എനിക്കൊരിക്കലും എന്താ പറയുക എന്റെ ബുദ്ധിമുട്ടാണ് അത് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഞാൻ പറ്റുന്ന ഇതിൽ എന്റെ കഴിവിനും എന്റെ ചുറ്റുപാടും അതാണ് ഏറ്റവും കാര്യം. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാവർക്കും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ചുറ്റുപാട് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എന്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ചുറ്റുപാടിൽ എന്റെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യോ ഞാൻ സെൽഫ് ഫിനാൻസിലാണല്ലോ പഠിക്കുന്നത് എന്നുള്ളൊരു റിഗ്രറ്റ് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ ആദ്യം കുറച്ചുണ്ടായിരുന്നു, അയ്യോ ഒന്നാമത് ഞാൻ ഫിനാൻഷ്യലി ഓക്കെ അല്ലാത്തൊരു ഫാമിലി, അപ്പം ഞാൻ എങ്ങനെ ഒരു സെൽഫ് ഫിനാൻഷ്യലി കെയർ ആവേണ്ടോ എന്നൊക്കെ ഓർത്തോണ്ടിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒരു കസിൻ ആയിരുന്നു, എനിക്കപ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ അവസാനം ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ ചെന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക ഇങ്ങോട്ട് പറഞ്ഞത്,
എന്താ പറയുക, ഇപ്പോഴും സെൽഫ് ഫിനാൻസ് തന്നെയാണ് കിട്ടുന്നെങ്കിൽ ഈ പരിപാടിക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, ഈ ഗ്ലാസ് വെള്ളത്തിൽ പറ്റുന്ന ലെവലിൽ നമ്മൾ കുത്തി നിറയ്ക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളത് നിർത്തണം. ഒരു കപ്പാസിറ്റി ഇല്ലേ നമ്മൾ. അപ്പൊ ഇവർക്ക് ഗവൺമെന്റ് കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് അതിന് പഠിക്കാനുള്ള യോഗ്യത ഇല്ല എന്നാണ് അർത്ഥം. ഇങ്ങനെ തന്നെ പറഞ്ഞു, യോഗ്യത ഇല്ലാന്ന് തന്നെ അർത്ഥം. അതുകൊണ്ട് വേറെ വല്ല കോഴ്സ് വല്ലതും നോക്ക്, പറ്റുന്ന വല്ലതും നോക്ക്. അല്ലെങ്കിൽ വല്ല ദുബായിലോ അങ്ങനെ പുറത്തൊക്കെ വല്ല വീട്ടു ജോലിക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആയാലും നല്ല പൈസ ഉണ്ട്. പൈസയ്ക്ക് വേണ്ടിയാണ് മെഡിസിൻ നോക്കുന്നെങ്കിൽ ഈ ഒരു വർത്താനം പറഞ്ഞു. ഈ ഒരു വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ചിരിച്ചോണ്ടായിരുന്നു കേട്ടോ. അന്ന് ചിരിച്ചോണ്ട് ഞാൻ ഇരുന്നു. അന്ന് എന്റെ അമ്മയ്ക്ക് നല്ല വിഷമം. എന്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ടായിരുന്നു പറഞ്ഞത്. അമ്മയ്ക്ക് അന്ന് എന്നെ അമ്മ പറഞ്ഞു, എന്ത് വിറ്റിട്ടാണെങ്കിലും എന്താ പറയുക, ഞാൻ എന്ത് ലോൺ എടുത്തിട്ടാണെങ്കിലും ഞാൻ എന്തായാലും ഞാൻ പഠിപ്പിച്ചിരിക്കും. നീ ഒറ്റ കാര്യം, നീ നിന്നെ അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുമ്പോൾ ആ പഠിത്തത്തിന് നീ ഒരു എന്താ പറയുക, ആ ഒരു പഠിത്തം കൊണ്ട് നീ ലൈഫിൽ നാളെ രക്ഷപ്പെടും, എനിക്ക് അത്ര മാത്രം മതി എന്ന് പറഞ്ഞു. എന്റെ അമ്മ അന്ന് കൈ പിടിച്ചിട്ട് ഓക്കെ, നീ അത് വെച്ച് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നമ്മൾ എന്ത് ചെയ്തിട്ടാലും നിന്നെ ഒരു കോളേജിൽ ഞാൻ കേൾക്കും, ബാക്കി നീ നിന്റെ ഹാർഡ് വർക്ക് കാര്യങ്ങൾ ചെയ്യണം. അത് ഞാൻ ഇന്നും ചെയ്യുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെയാണ് പാസ്സായത്. ഇനി എന്നും ഞാൻ പറയാം, എനിക്ക് എപ്പോഴും ഞാൻ എപ്പോഴും ഇതേപോലെ നിൽക്കും എന്നല്ല പറയുന്നത്. പക്ഷെ പഠിത്തത്തിനാകുമ്പോൾ നമുക്ക് പല സിറ്റുവേഷൻസ് വരുമ്പോൾ ചിലപ്പോൾ താഴോട്ട് പോകാം, പിന്നെ മുന്നോട്ട് വരാം, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു പ്രൊഫഷനിൽ ഞാൻ നാളെ സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാകും. ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അപ്പം എന്താ പറയുക, അങ്ങനെയായിരുന്നു എൻ്റെ ലൈഫിൽ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ഞാൻ പറയുന്നു പോകുന്നതാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ കുറേ ഒഴുക്കി കളഞ്ഞിട്ടുള്ള കുറേ വിഷമങ്ങളും കണ്ണുനീരും ഞാൻ ഒറ്റയ്ക്കിരുന്ന് പിച്ചുമ്പയും പോലെ എൻ്റെ പ്രശ്നങ്ങളെ പറ്റി പരാതികൾ പറഞ്ഞിട്ടുള്ളതും, അതുപോലെ തന്നെ അതിന് വേണ്ടി എൻ്റെ സ്ട്രഗിൾ, എൻ്റെ ഫാമിലി എടുക്കുന്ന സ്ട്രഗിളും കാര്യങ്ങളെല്ലാം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം അതെല്ലാം കൂടി നമുക്ക് ഈ വീഡിയോയിൽ അത്രയും എക്സ്പ്രസീവ് ആയിട്ട് നമുക്കത് പറയാനും കാര്യങ്ങൾക്കും പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് പറയുന്നത്. അപ്പം എൻ്റെ അത്രയും ഒരു സിറ്റുവേഷനിൽ നിന്നും, അല്ലെങ്കിൽ എത്രയും ഒരു സപ്പോർട്ടീവ് അല്ലാത്ത, അല്ലെങ്കിൽ ഒരു നമ്മളിൽ നിന്ന് കുറെ പിന്നിന്ന് കുത്താൻ കുറെ ആൾക്കാരുണ്ടായിട്ട് പോലും നമ്മൾ ഇവിടം വരെ എത്തി. എനിക്കൊരു കോളേജിൽ, അതായത് ഫിനാൻഷ്യലി ഞാൻ ഓക്കെ, ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വന്ന് ചെയ്യുമ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ കുറേ പേർക്കെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ല പേരൻസും കാര്യങ്ങളും ഉണ്ടാവും, പഠിക്കാനുള്ള നല്ല ചുറ്റുപാടുകളും കാര്യങ്ങളും ഉണ്ടാവും, അതിന് അഫോർഡ് ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ളവരാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയേ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ കൊണ്ടാണ്, ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ പോലത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ പക്ഷെ ആഗ്രഹിക്കുകയാണ് എനിക്കത് കിട്ടും, അതായത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് മേടിക്കുമെന്ന് അത്രയും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടോ, അതായത് നിങ്ങൾ ആ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനിക്ക് ഈ ഒരു പ്രൊഫഷൻ കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ നല്ല സക്സസ്ഫുൾ ആകും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ മറ്റുള്ളവർക്കൊരു നല്ലതിന് വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ ഒരു പ്രൊഫഷൻ എടുക്കുന്നത്, നിങ്ങൾ അതിനുവേണ്ടി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തായാലും നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിനുള്ള ഏറ്റവും ഒരു എക്സാമ്പിളാണ് ഞാൻ തന്നെയാണ്. ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും വേറൊരു ആൾക്കാരെ ഇൻസ്പിറേഷൻ ആയിട്ട് ഞാൻ എടുക്കാറില്ല. എൻ്റെ ലൈഫിൽ എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും പിന്നെ ഞാൻ തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ഇപ്പം ഈവൻ എന്നാ ആ വ്യക്തി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനതൊരു വീഡിയോ ഒക്കെ ഞാനത് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ ഞാനിപ്പം ഞാനൊരു ഡിമോട്ടിവേറ്റഡ് ആവുമ്പോഴേക്കും ഞാൻ പണ്ടത്തെ പോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ സിറ്റുവേഷൻ സമയത്ത് ഞാൻ ഓരോ ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും എടുത്ത് വയ്ക്കും, ഞാനത് നോക്കും. ഈ ഒരു ദിവസം നിനക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, അന്നൊക്കെ നീ ഹാപ്പി ആയിട്ട് നീ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ ആയിട്ടിരിക്കും. അത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് ജീവൻ നിങ്ങളുടെ സ്വന്തം വീട്ടുകാർ തന്നെ ഉൾപ്പെടെ നിങ്ങളെ ചിലപ്പോൾ കുത്തുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്, ഞാൻ ഇവിടെ രക്ഷപ്പെടും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടും. അത് മാറ്റാൻ വേണ്ടി ആർക്കും പറ്റത്തില്ല. നിങ്ങൾ മുന്നോട്ട് ധൈര്യത്തോടെ പോയാൻ വേണ്ടി മാത്രം മതിയായിരിക്കും. അപ്പൊ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഈ വീഡിയോ കണ്ടിപ്പോൾ നീറ്റ് കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യണോ ഓർത്തിട്ടുള്ള കുട്ടികളോട്, അതുപോലെ തന്നെ ഇനി അടുത്ത നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പോയിന്റിലെത്തും. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുക, നിങ്ങളിൽ വിശ്വാസം ഉണ്ടായത് മാത്രം മതി. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വിജയം നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ പല രീതിയിൽ ഇപ്പം ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ വിശ്വാസം വെച്ചിട്ട് നിങ്ങളൊരു നല്ലൊരു തീരുമാനം എടുക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അറിയാനുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലായാലും ചോദിച്ചാൽ മതി. എൻ്റെ ടൈമിനനുസരിച്ച് ഞാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനും സംസാരിക്കാനും വേണ്ടി നോക്കുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, ധൈര്യമായിട്ട് ഇരിക്കുക. നിങ്ങൾ നന്നായിട്ട് ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ച് ഹാപ്പി ആയിട്ട് നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് മനസ്സിൽ വയ്ക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം സ്ട്രോങ് ആയിട്ട് വയ്ക്കും. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.